എന്തൊരു സിനിമയാണ്, ഭയങ്കരമാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പടം അടിപൊളിയാണ്, അതിലൊരു സംശയമില്ല. ഡയറക്ടർ അയാളുടെ ജോലി ചെയ്തിട്ടുണ്ട്, നടന്മാരൊക്കെ അവരുടെ ജോലികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയുടെ റോൾ എന്ന് പറയുന്നത് അതോടെ തീരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സിനിമയിൽ ഹീറോ ആണ് എന്ന് മമ്മൂക്ക തന്നെ പറഞ്ഞ ഒരു വ്യക്തിയാണ് വിനായകൻ. വിനായകനെ ഈ സിനിമയിൽ ഹീറോ ആക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തിന്? ഇതുപോലത്തെ ഒരു മണ്ടത്തരം ഇനി പറ്റാനില്ല. ഇനി ഒരു 5 കൊല്ലം കൂടെ അവൻ ഇതും കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കും. വിനായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ പേഴ്സണലായിട്ട് കാണരുത്. അയാളൊരു നടനാണ്. അപ്പോൾ അയാളുടെ നാട്യം മാത്രം നമ്മൾ കണ്ടാൽ മതി. അയാളുടെ നടനിലുള്ള ആ ഒരു എബിലിറ്റി, ആ ഒരു കേപ്പബിലിറ്റി, ആ ഒരു ടാലൻറ്റ് മാത്രം, ആ ഒരു കഴിവ് മാത്രം നമ്മൾ കണ്ടാൽ മതി എന്ന് പറയുന്ന ചില മഹാനായ വ്യക്തികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്നവരും സിനിമ എടുക്കുന്നവരും സിനിമയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ അവർക്കൊരു ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവണം. കാരണം അവർ സമൂഹത്തിലൊരു വ്യത്യാസം കൊണ്ടുവരികയാണ്, സമൂഹത്തിലൊരു വലിയൊരു മാറ്റം കൊണ്ടുവരികയാണ്. സിനിമ എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ വരും, നീ ആരടാ മയിര, നീ ഏതവനടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം വരും. അവർക്കൊക്കെ പറയാനുള്ള ഒറ്റ ഒരു മറുപടിയേ ഉള്ളൂ, ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ വിനായകൻ മോശക്കാരനായതുകൊണ്ട്, ആ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് അയാൾ മോശക്കാരൻ അല്ലാതാവുന്നില്ല. അല്ലെങ്കിൽ വിനായകൻ നല്ലവനായതുകൊണ്ട്, അയാൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് അയാൾ നല്ലവനാവുന്നില്ല, മോശക്കാരനാവുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് മഹാന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ മാന്യതയും മഹാനായിട്ട് ചമഞ്ഞടക്കുകയും നല്ലത് ചമഞ്ഞടക്കുകയും നന്മ മറന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു പരിപാടി കാണിക്കാൻ നമ്മൾ മലയാളികൾ, ഇന്ത്യക്കാർ, നമ്മൾ മൊത്തത്തിൽ നമ്മൾ അതിൽ വലിയ പ്രഗത്ഭരാണ്. പക്ഷേ അത് മണ്ടത്തരമാണ്. ഇതുപോലത്തെ ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂസൻസാണ്. ഇങ്ങനത്തെ ആളിനെയൊക്കെ വളർത്തിവിടുക, എന്നിട്ട് പ്രസ് മീറ്റ്, മറ്റേ ട്രെയിലർ ലോഞ്ചിങ് പരിപാടി അതിലൊക്കെ കാണിക്കുമ്പോൾ പ്രൊമോഷനിലൊക്കെ വന്നിട്ട് ഈ മമ്മൂക്ക പോലത്തെ ഇത്രയും വലിയൊരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഒരുപാട് കുസൃതികൾ കാണിക്കുന്ന ഒരു കുട്ടിയാണ് വിനായകൻ. അപ്പോൾ കുസൃതികൾ കാണിക്കുന്ന കുട്ടിയെ നമുക്കൊക്കെ ഇഷ്ടമാണ്. ആർക്കും ഇഷ്ടമാണെന്ന്? എന്തൊക്കെ മണ്ടത്തരം, എന്തൊക്കെ തോന്നിയാസം, എന്തൊക്കെ നാണം കെട്ട പരിപാടിയാണ് അയാൾ ചെയ്തത്. ആ ഒരാളുടെ കൂടെ സ്ക്രീൻ സ്പേസ് നിങ്ങളെ വന്ന് അയ്യോ അണ്ണാ, ചേട്ടാ, അയ്യോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാലിൽ വീണ് കുമ്പിട്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. അങ്ങനത്തെ ആൾക്കാരെയൊക്കെ മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മമ്മൂക്കയെ ഫുള്ളായിട്ട് കുറ്റം പറയല്ല. മമ്മൂക്ക ഒരു സെല്ലിംഗ് പോയിൻ്റാണ് ചെയ്തത്. പുള്ളി വിനായകനുള്ള പ്രശസ്തിയും വിനായകനുള്ള കുപ്രശസ്തി എന്നൊക്കെ പറയാം, അയാൾക്കുള്ള മോശപ്പെട്ട ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് ക്യാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മഹാനായ നടൻ. മമ്മൂക്കയ്ക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ പുള്ളി ഈ കാണിച്ചത് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ്. ഇതുപോലത്തെ ഒരാൾക്ക് ചാൻസ് കൊടുത്ത് ഇവൻ വന്ന് മറ്റേ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് അണ്ണ വെണ്ണെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് മാത്രം ഇവന് ചാൻസ് കൊടുത്തിട്ട് ഇവനൊരു നടനാണ്, ഇവൻ ഭയങ്കര നടനാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സിനിമ സൈനൈഡ് മോഹൻ്റെ കാര്യവും അതിൽ ആദ്യം ആ റോൾ ചെയ്യേണ്ടിയിരുന്നത്, എസ്ഐയുടെ റോൾ ചെയ്യേണ്ടിയിരുന്നത് മമ്മൂക്കയാണെന്നും, അത് മമ്മൂക്ക ചെയ്തിരുന്ന ഈ പടം ഇത്രയ്ക്കും വലിയൊരു ഹൈപ്പൊന്നും വരില്ല. എന്നാലും ആ മോശപ്പെട്ട ക്യാരക്ടർ ചെയ്യാനായിട്ട് മമ്മൂക്ക സമ്മതിച്ചതും ഒക്കെ ഒരു ഐഡിയയാണ്, ഒക്കെ ഒരു പ്ലാനിങ്ങാണ്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഈ വിനായകനെ ഇതിനകത്ത് കൂട്ടിക്കൊണ്ട് എന്ത് നന്മയാണ് സമൂഹത്തിന് വേണ്ടി മമ്മൂക്ക പോലത്തെ ഒരു വ്യക്തി ചെയ്തത്? ഈ വിനായകൻ കുറേ മറ്റേ ദളിതർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, ദളിതർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്നൊക്കെ ഒരു സംസാരമുണ്ട്. പാവപ്പെട്ട ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല, ദളിത് സമൂഹത്തിന് വിനായകൻ ഭയങ്കര സപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് സത്യമാണെന്ന് തോന്നുന്നില്ല. അതൊക്കെ അവൻ്റെ ഒരു സെല്ലിംഗ് പോയിൻ്റാണ്. ഈ മറ്റേ ഇവനുണ്ടല്ലോ പാട്ടുകാരൻ, വേടൻ, അവനെ പോലെ ചുമ്മാ നമ്പറിറക്കാണ്, ചുമ്മാ പറ്റിക്കുകയാണ് നമ്മളെയൊക്കെ, ദളിതൻ എന്നും പറഞ്ഞ്. എന്നാൽ ഇവനൊക്കെ പോയിട്ട് ഈ കിട്ടിയ കാശ് കൊണ്ട് എന്തെങ്കിലും ദളിതന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അതൊന്നും ഇല്ല. അതാണ് സത്യാവസ്ഥ. വിനായകനെ പോലത്തെ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് അയാളെ വൈറ്റ് വാഷ് ചെയ്ത് അവൻ്റെ തുണി പൊക്കി കാണിച്ചവനാണ് വിനായകൻ. എയർപോർട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയവനാണ്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് വിനായകൻ. ഉള്ള ആൾക്കാരെ ഒക്കെ തെറി പറയുന്നവനാണ്, കള്ളു കുടിച്ചും മറ്റേ മരുന്ന് വല്ലതൊക്കെ അടിച്ച് കയറ്റിയിട്ട്. ഇപ്പോൾ ചോദിക്കും, ഞാൻ കണ്ടോ കള്ളു കുടിക്കുന്നത് അല്ലെങ്കിൽ മരുന്ന് അടിച്ച് കയറ്റുന്നത് എന്നൊക്കെ ചോദിക്കും ചിലർ. നമ്മളെല്ലാവരും കണ്ടതാണ് അവൻ്റെ ഓരോ പ്രവൃത്തികളും, അവൻ്റെ ഓരോ വികൃതികൾ എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ഈ വിനായകൻ. പക്ഷേ അതൊന്നും പ്രശ്നമില്ല. അവനൊരു കല എന്ന് പറയുന്ന തേങ്ങ കൊല എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പർ ഇറക്കിയിട്ട് ഇവനെയൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിലും സൂപ്പറായി അഭിനയിക്കാൻ
ഉള്ള നടന്മാർ നമ്മുടെ നാട്ടിൽ അവിടെ എവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടപ്പുണ്ട്. ആ സമയത്താണ് അവൻ പോയിട്ട് അവൻ റൈറ്റ് ടൈം റൈറ്റ് പ്ലേസിൽ പോയിട്ട് കാല് പിടിച്ചു. കമ്മട്ടിപ്പാടൻ സിനിമ കിട്ടാനും ഈ ദുൽഖറും ഈ മമ്മൂക്കയൊക്കെ തന്നെയാണ് കാരണം. ബെസ്റ്റ് ആക്ടറിലുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒപ്പം. മമ്മൂക്കയ്ക്ക് പണ്ട് മുതലേ ഇവനെ ഇഷ്ടമാണ്. ബിഗ് ബി മുതലേ ഇവൻ മറ്റേ മമ്മൂക്ക കാണുമ്പോൾ അവിടെ പത്തി വിടർത്തത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വാലും ചുരുട്ടി ഇങ്ങനെ നിൽക്കും പുള്ളി. ഈ അടുത്ത് നടന്ന മറ്റേ പ്രസ് മീറ്റ് കണ്ടാൽ തന്നെ അറിയാം. ഈ പടത്തിൽ അഭിനയിച്ച 3 ആൾക്കാരെ വിളിച്ച് പുള്ളി സംസാരിക്കുന്നുണ്ട് മമ്മൂക്ക. അപ്പോൾ ആ പോലീസുകാരനായിട്ട് അഭിനയിച്ച ജിബിൻ എന്ന് പറയുന്ന വ്യക്തി എന്തൊരു വിനയം, എന്തൊരു അയ്യോ ഇങ്ങനെ മനുഷ്യനെ താഴാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. പക്ഷേ അതൊരു ക്യൂട്ട്നെസ് ആയിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കുന്നത്. അത് ക്യൂട്ട്നെസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, അതൊരു അഭിനയമാണ്. മമ്മൂക്കയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. പുള്ളിയെ പോലത്തെ ഒരു നടൻ 50 കൊല്ലം സിനിമാ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള ഒരു നടൻ 50 കൊല്ലം മുമ്പേ ആൾക്കൂട്ടത്തിൽ തനിയെ അല്ലെങ്കിൽ മറ്റൊരാൾ പോലത്തെ സിനിമകളിൽ പുള്ളി ആ റോള് ചെയ്യുമ്പോൾ, പുള്ളിയുടെ ആ റോളുകൾ ചെയ്യുമ്പോൾ ഈ വിനായകനെ പോലത്തെ ആളിനെ ആ ഏരിയയിൽ അടുപ്പിക്കുമോ എന്നുള്ളത് പുള്ളി ചിന്തിക്കേണ്ടതായിരുന്നു. പുള്ളി അത് ചിന്തിച്ചില്ല. അതിൻ്റെ ഫലമാണ് ഇതുപോലത്തെ ഒരു വ്യക്തി ഇനി വന്ന് വലിയ ഇനി ചിലപ്പം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടൊക്കെ ആക്കി കളയുമെന്നറിയില്ല. എന്തിനാ? അതിൽ മോശപ്പെട്ട എന്തെങ്കിലും ഒരു ക്യാരക്ടർ കൊടുത്തിട്ട് മോശപ്പെട്ട ആ ഒരാളായിട്ട് കാണിച്ചിരുന്നെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇവനൊന്നും അഭിനയിപ്പിക്കാനേ പാടില്ലെന്ന്. ഇവനൊക്കെ കാശുണ്ടെന്നുള്ളതിൻ്റെ ഒരു കഴപ്പെന്നൊക്കെ പറയാമല്ലോ. കഴപ്പെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടിപ്പോയി. എന്നാലും ഇവൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അത് വലിയ കൂടുതലൊന്നുമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഈ സിനിമ കണ്ടിട്ട് സിനിമ അടിപൊളിയാണ്, സിനിമ സംഭവമാണ്, ഭയങ്കര ഫ്രെയിമാണ്, അതാണ് ആനയാണ് ചേനയാണ്, സംഭവം അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഉണ്ടാക്കിയ ആൾക്ക് നമ്മുടെ നാട്ടുകാരുടെ പൾസ് അറിയാം, നമ്മുടെ സാധാരണക്കാരൻ്റെ പൾസ് അറിയാം. മറ്റേ ലാലേട്ടൻ്റെ കാറുമായിട്ടുള്ള സിനിമയും അംബാസഡറായിട്ട് വന്നല്ലോ പുള്ളി. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കഥകൾ അവതരിപ്പിക്കാൻ അറിയാം, ഡയറക്ടറിന് അവതരിപ്പിക്കാൻ അറിയാം. ഡയറക്ടറിന് ഹാൻഡ്സ് ഓഫേ പറയാനുള്ളൂ. അതിൽ അഭിനയിച്ചവർക്കൊക്കെ ഓക്കെ, അതൊക്കെ ഹാൻഡ്സ് ഓഫേ ഉള്ളൂ. പക്ഷേ ഈ വിനായകനെ പോലത്തെ ഇതുപോലത്തെ കീടങ്ങളെയൊക്കെ വിളിച്ച് ഇതുപോലത്തെ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ച് ഇവനെയൊക്കെ വലിയ ആളാക്കി വിട്ടിട്ട് ഇവനൊക്കെ ഇപ്പം തന്നെ കാണിക്കുന്ന തോന്നിയാസങ്ങൾ നമ്മൾ കണ്ടിരിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി കളിയാണ് ഇവനൊക്കെ കളിക്കുക. അവൻ ഗോവയിലേ താമസിക്കുള്ളൂ, അവൻ മറ്റേ ഭയങ്കരമാണ്, അവന് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പുച്ഛമാണ്, സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റാണ്. അതെന്താ എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാവർക്കും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. സ്ത്രീകൾ പോയിട്ട് ഇവനെതിരെ കംപ്ലൈൻറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റുകളൊക്കെ ഇല്ലാതാക്കി കളഞ്ഞു. അതാണ് പൈസയും സ്വാധീനവും ഉള്ളതുകൊണ്ട് ഇവൻ നേടിയെടുത്ത കാര്യങ്ങൾ. അതുപോലത്തെ ഒരു വ്യക്തിനെ വിളിച്ച് അവൻ മറ്റേ ചില ആൾക്കാരുടെ അടുത്ത് വിനയം വാരി തേച്ച് വെച്ചിട്ട് അകത്തുള്ള ഫ്രോഡിനെ പുറത്ത് വരാതെ അവൻ തള്ളി അകത്ത് തന്നെ കയറ്റി വെച്ച് അവൻ വലിയ പാവമായിട്ടും ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ പോലെയും വികൃതി കാണിക്കുന്ന കുസൃതികൾ ഒപ്പിക്കുന്ന ഒരു കുട്ടി വിനായകൻ. കുട്ടിയല്ല അവൻ, പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും സംഭവം. അതുപോലത്തെ ഒരാളിനെ വെച്ച് ഇങ്ങനെ ഒരു റോൾ കൊടുത്ത് ഇത്രയ്ക്ക് അവന് അഭിനയിക്കാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിവുണ്ട്. പക്ഷേ അവന് മറ്റുള്ള മോശപ്പെട്ട സ്വഭാവങ്ങൾ ഒരുപാടുണ്ട് അവന്. അപ്പോൾ അങ്ങനത്തെ ഒരാളിനെ വിളിച്ച് ഇതുപോലത്തെ ഒരു മഹാനടൻ എന്ന് പറയുന്ന ഈ മമ്മൂക്കയെ പോലത്തെ ഒരു വ്യക്തി കൂടെ നിർത്തി അഭിനയിപ്പിച്ച് അവനെ വെച്ച് ഇങ്ങനെ ഒരു പ്രൊമോഷനും ചെയ്ത് ഇത്രയും നല്ല ഒരു ഡയറക്ടറും ഇത്രയും നല്ല ഒരു സ്റ്റാർ കാസ്റ്റും ഉള്ള ഒരു സിനിമയിൽ അവനെ കൊണ്ടുവന്നിട്ട് അവൻ അർഹതപ്പെടാത്ത ഒരു റോളാണ്. അവൻ ആസ് എ ആക്ടർ ഒരു നടനായിട്ട് അവന് ചിലപ്പം അർഹതയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് മാത്രം നോക്കിയാൽ മതി എന്നാണ് സിനിമാക്കാരൊക്കെ പറയുക. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഹാന്മാരൊക്കെ പറയുക. പക്ഷെ അത് മാത്രം നോക്കിയാൽ പോരാ. അവനൊരു സോഷ്യൽ ന്യൂസൻസാണ്. അവൻ കാരണം ഈ മലയാളി സമൂഹം എന്ന് പറയുന്ന സമൂഹം തന്നെ ചില സ്ഥലങ്ങളിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് തള്ളാനുള്ള പല പ്രവൃത്തികളും അവൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയെ വിളിച്ച് ഇങ്ങനത്തെ ഒരു സദ്യ കൊടുത്ത് അവന് കൂടുതൽ ഊർജവും കൂടുതൽ ശക്തിയും നമ്മൾ തന്നെ നമ്മുടെ കയ്യിലുള്ള കാശും കൊടുക്കണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഒരുപാട് ആൾക്കാർക്ക് ഈ സിനിമയിൽ ഇവനുള്ളത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അതൊന്നും കുഴപ്പമില്ലെന്നേ. അതാ പറഞ്ഞില്ലേ, മറ്റേ കുസൃതിയായിട്ട് തള്ളിക്കളയാൻ മനസ്സുള്ള ഒരുപാട് മഹാന്മാരുണ്ടാവും. പക്ഷേ അവർക്കല്ലല്ലോ ആ ബുദ്ധിമുട്ടുകളുണ്ടായത്. ആ ബുദ്ധിമുട്ടുണ്ടായ ആൾക്കാരോട് ചോദിക്കണം. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായോ എന്ന് നിങ്ങളിപ്പോൾ ചോദിക്കരുത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ചാണ് ഞാൻ. എനിക്കുമല്ലോ ഇവനുമായിട്ട് ഡയറക്റ്റ് ഇടപാടുണ്ടെങ്കിൽ. എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ച് അങ്ങനെ ഇവൻ കാരണം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ഞാൻ ഇവനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറയരുത്.
ഈ ഒരു ആംഗിൾ ആരും ചിന്തിച്ചിട്ടില്ല കൂടുതലായിട്ടുള്ള ആൾക്കാർ. എല്ലാവരും ഈ സിനിമയെ അങ്ങ് പോക്കി അടിക്കുകയാണ്. സിനിമയൊക്കെ അടിപൊളി, സിനിമ നല്ലതാണ്. പക്ഷേ അതിൽ ഈ ഒരു കീടത്തിനെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ പറയും നമ്മൾ പേഴ്സണലായിട്ട് നോക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ മനസ്സ് ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഒരാളിനെ മാനസികമായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിട്ടേ തോന്നുള്ളൂ. അത് നാച്ചുറലാണ്. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവൻ കാണിച്ച തെറ്റുകളെക്കാട്ടിലും വലിയൊരു തെറ്റായിട്ട് അതെനിക്ക് തോന്നുന്നില്ല. ഇനിയെങ്കിലും ഞാനൊക്കെ പറഞ്ഞിട്ട് ആരെ കേൾക്കാനല്ലേ, ഇനിയെങ്കിലും ഇവനെയൊക്കെ അഭിനയിപ്പിച്ച് ഇത്രയും വലിയ ആളാക്കി വിടല്ലേ എന്ന് പറയാൻ മാത്രം ഞാൻ ആരുമല്ല എന്നാണ് ആൾക്കാർ പറയുക. എന്തെങ്കിലും ആവട്ടെ, എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനത് പറഞ്ഞു. ജസ്റ്റ് ഒരു വോയിസ് ഓവറാണ്. നമുക്ക് ഇരുന്നിട്ടൊരു വീഡിയോ എടുക്കാൻ പോലുള്ള അത്രയ്ക്കും സൗകര്യം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നാലും ഇത് കണ്ടപ്പോൾ, ഈ സിനിമ കണ്ടപ്പോൾ ഇതിൽ ഇത്രയും നല്ല ഒരു റോൾ, ഇത്രയും നല്ലൊരു സദ്യ ഉണ്ണാൻ മാത്രം ഇവൻ എന്ത് പുണ്യമാടാ ചെയ്തത്. ഇവനെ പോലത്തെ ഒരു തേർഡ് ഗ്രേഡ് ഗുണ്ടാന്ന് പോലും പറയാൻ പറ്റില്ല. എന്താ പറയുക, ഇവന് ജയിലിൽ അടയ്ക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് പുള്ളി. ജയിലിനകത്തുണ്ടാവേണ്ട ഒരു വ്യക്തിയാണ്. ഈ ജയിലിലുള്ളവരെല്ലാം മോശപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ടോപ്പിക്കിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയും 2 മണിക്കൂർ സംസാരിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഇത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ തെറിയൊക്കെ വന്ന് പറയും. വിനായകൻ വരെ ഈ വീഡിയോ റീച്ച് ആവത്തൊന്നുമില്ല. റീച്ചായാൽ പുള്ളിക്ക് കുരു പൊട്ടും. ഇത് കേൾക്കുമ്പോൾ കുരു പൊട്ടിയാൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു റോള് ഇയാൾക്ക് കിട്ടിയത് എന്താ പറയുക, ദൈവത്തിനോട് നമുക്ക് സങ്കടം തോന്നാണ്. ദൈവത്തിൻ്റെ ഈ വികൃതികൾ കാണുമ്പോഴേ സങ്കടം തോന്നാണ്.